വർഷങ്ങൾ നീണ്ട ഉദ്യോഗത്തിനും ആകാംക്ഷയ്ക്കും വിരാമമിട്ടുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിന് നിർണായകമായ ക്ലൈമാക്സ് വന്നിരിക്കുകയാണ്. ഒടുവിൽ 8ാം പ്രതിയായ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തുകയും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഫലമായാണ് നടി ആക്രമിക്കപ്പെട്ടത് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തിരസ്കരിച്ചതോടെ നാളിതുവരെയുള്ള എല്ലാ മറുവാദങ്ങളും അപ്രസക്തമായിരിക്കുകയാണ്. മലയാള സിനിമയുടെ അന്നോളമുള്ള രീതികളെയും സമ്പ്രദായങ്ങളെയും കീഴ്മേൽ മറിച്ച കേസാണ് നടി ആക്രമണ കേസ്. 1ാം പ്രതി സുനിൽ NS എന്ന പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി ബി മണികണ്ഠൻ, 4ാം പ്രതി VP വിജീഷ്, 5ാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, 6ാം പ്രതി പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ് ആണ് 6 വർഷം നീണ്ട വിചാരണ പൂർത്തിയാക്കി കേസിൽ വിധി പറഞ്ഞത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിട്ടിരുന്നത്. കൂടാതെ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നതാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചനയും തെളിഞ്ഞു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് കുറ്റക്കാരെന്നാണ് കണ്ടെത്തിയത്. 7ാം പ്രതി സനിൽകുമാർ, 10ാം പ്രതി ശരത് G നായർ, 9ാം പ്രതി ചാർലി തോമസ് എന്നിവരെയാണ് 8ാം പ്രതി ദിലീപിനൊപ്പം കോടതി വെറുതെ വിട്ടത്. കൂടാതെ കേസിലെ വിചാരണയ്ക്കിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. 2017 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കൊച്ചിയിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. കേസിൽ നേരത്തെ ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. 2017 ജൂലൈ 10-നാണ് കേസിൽ നടൻ ദിലീപ് പിടിയിലാകുന്നത്. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ 1ാം പ്രതി പൾസർ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. തുടർന്ന് 2019-ലാണ് കേസിലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത്. 261 സാക്ഷികളെയാണ് അന്ന് വിസ്തരിച്ചിരുന്നത്. 1700 രേഖകളും കോടതിയിൽ പരിഗണിച്ചു. കേസിലെ 3 പ്രതികളെ മാപ്പു സാക്ഷികളുമാക്കി. പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ്, വിപിൻ ലാൽ, വിഷ്ണു എന്നിവരെയാണ് മാപ്പു സാക്ഷികളാക്കിയത്. 2012 മുതൽ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നും കാവ്യ മാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് വിരോധത്തിന് കാരണമെന്നും നടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞുവെന്നും മൊഴിയിലുണ്ട്. ഇതിനിടെ തന്നെ അറിയില്ലെന്ന ദിലീപിന്റെ നിലപാട് തള്ളി 1ാം പ്രതി പൾസർ സുനിയും വിചാരണയിൽ രംഗത്തെത്തിയിരുന്നു. തങ്ങൾക്കിരുവർക്കും പരസ്പരം അറിയാമായിരുന്നു എന്നാണ് പൾസർ സുനിയുടെ നിലപാട്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുൻപും ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2017 ജനുവരി 3-ന് ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു ആലോചന. എന്നാൽ ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കി നടി മടങ്ങിയതിനാൽ കൃത്യം നടന്നില്ല. തുടർന്നാണ് പിന്നീട് കൊച്ചിയിൽ വെച്ച് ആക്രമിച്ചത്. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സംഭവമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ പിടിയിലായിരുന്നു. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ജൂലൈയിലാണ് നടൻ ദിലീപ് അറസ്റ്റിലാവുന്നത്. നടിയെ പീഡിപ്പിച്ചു ദൃശ്യം പകർത്തുവാൻ കൊട്ടേഷൻ നൽകിയത് പ്രമുഖ മലയാള നടനാണെന്ന ആരോപണം പുറത്തു വന്നതോടെ ഇരുവരും അംഗമായിരുന്ന AMMA അടക്കമുള്ള സിനിമാ സംഘടനയും പ്രതിസന്ധിയിലായി. 2 പേരും AMMAയുടെ മക്കളാണെന്നും 2 പേരെയും കൈവിടില്ലെന്നുമുള്ള വിചിത ന്യായങ്ങൾ നേതാക്കളിൽ ചിലർ നിരത്തിയെങ്കിലും ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തെ AMMA അടക്കമുള്ള സംഘടനകളിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിനെ തുടർന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപീകൃതമായ വിമൺ ഇൻ സിനിമ കളക്റ്റീവും അവരുടെ കൂടി ഫലശ്രമമായി നിലവിൽ വന്ന ജസ്റ്റിസ് K ഹേമ കമ്മീഷനും സിനിമാ സെറ്റുകളിൽ വനിതകളുടെ സംരക്ഷണം ഉറപ്പാക്കുവാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സമിതികളാണ്. 2018 മാർച്ച് 8-നാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത്. അതിജീവിത ആവശ്യപ്പെട്ടതനുസരിച്ച് വനിതാ ജഡ്ജിയെ വിചാരണയായാണ് നടന്നത്. പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി. ക്രൈംബ്രാഞ്ച് DYSP ബൈജു K പൗലോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. ആദ്യ പ്രതിപട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പു സാക്ഷികളാക്കുകയും ചെയ്തു.
അതിജീവിതയും പ്രതികളിൽ ഒരാളും സിനിമാ മേഖലയിൽ നിന്നുള്ളതാണെന്നതും കേസിൽ അതിജീവിത സ്വീകരിച്ച ശക്തമായ നിലപാടുകളുമെല്ലാം കാരണം വിഷയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാള സിനിമാ മേഖലയിൽ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന വനിതാ കൂട്ടായ്മയുടെ രൂപവൽക്കരണത്തിന് കാരണമായതും നടിക്കു നേരെയുണ്ടായ ഈ അതിക്രമമാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകുവാൻ പിന്നീട് ഹേമ കമ്മിറ്റിയെയും നിയമിച്ചു. ഈ കേസിൽ മുൻപ് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചിരുന്നു. പിന്നീട് നിയമിക്കപ്പെട്ട വി അജയകുമാറാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയായതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെയാണ് അവസാനം വിസ്തരിച്ചത്. തുടർന്ന് പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കി. ഈ വർഷം ആദ്യത്തോടെ വിധി പ്രസ്താവിക്കുമെന്ന് കരുതപ്പെട്ട കേസിലാണ് ഇന്ന് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്.